സയ്യണ്ണ ഇതിനകത്ത് എത്ര വെറൈറ്റികളാണ് റോസ് ഇരിപ്പുണ്ട്? റോസ് ഒരുപാട് വെറൈറ്റികൾ ഇരിക്കുകയല്ലേ, ഒരുപാട്. മെയിനായിട്ട് പറയാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി റോസുകൾ ഏതൊക്കെയാന്ന് പറയണ? റോസ് മറ്റേ സമ്മർ സ്നോ ഉണ്ട്, പിന്നെ ലിഡിയൻ പിങ്ക് ഇരിപ്പുണ്ട്, മൗറീഷ്യസ് ഓറഞ്ച് ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ വാലന്റൈൻ റോസ് ഇരിപ്പുണ്ട്, പിന്നെ കാശ്മീരി വാലന്റൈനും ഒരു ഒറ്റ സാധനം, പിന്നെ ഈ മിനിയേച്ചർ റോസ്, പിന്നെ ഈ വന്നതിനകത്ത് ഓർക്കിഡ് റോസ് ഉണ്ടോ നോക്കട്ടെ. ഓർക്കിഡ് റോസ് ഉണ്ട്, ഓർക്കിഡ് റോസ് ഉണ്ട്, ബ്ലാക്ക് റോസ് രണ്ട് ലോഡ് സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്തുവാണ് ഇപ്പൊ വന്ന ലോഡിലുള്ളതാണ്? ഏതാ ഇതെന്തുവാണ്? ഇത് മറ്റേ നമ്മളെ പൂനെ വൈറ്റ് ഹൈബ്രിഡ് ബൊഗൈൻവില്ല, അതായത് മുള്ളില്ലാത്ത ബൊഗൈൻവില്ല. മുള്ളില്ലാത്ത ബൊഗൈൻവില്ല എന്ന് വേണേലും പിടിക്കാനാണ്. അടിപൊളി ഡബിൾ ഷെയ്ഡ് വരുന്ന വെരിഗേറ്റഡ് മിനിയേച്ചർ മെലസ്റ്റോമിയാണ് അത്. പുതിയ വെറൈറ്റി. പൂവില്ലാതെ എന്നാലും ചെടി കാണാൻ ഭംഗിയല്ലേ, വെരിഗേറ്റഡ് അതിന്റെ പേര്. മറ്റേ പൂവിന്റെ അതേപോലെ ചെറിയ പൂക്കള്. ഏതൊക്കെ ഐറ്റങ്ങളാണ്? ഇതാണ് ഗോൾഡൻ സൈപ്രസ്. അതായത് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കണമെങ്കിൽ ഇവനെ അങ്ങോട്ട് വെച്ചിട്ട് സീരിയൽ ബൾബൊക്കെ ഇട്ടങ്ങോട്ട് തൂക്കി കഴിഞ്ഞാൽ എന്താ ഗ്ലാമർ. ഇന്നത്തെ ലോഡിൽ എന്തൊക്കെയായിട്ടാ വന്നേക്കുന്നത്? പ്രധാനമായിട്ടും വന്നേക്കുന്നത് ടിഷ്യൂ കൾച്ചർ വാഴ. ടിഷ്യൂ കൾച്ചർ വാഴയിൽ തന്നെ റോബസ്റ്റ ഉണ്ട്, ഞാലിപ്പൂവനുണ്ട്, ഏത്തനുണ്ട്, കപ്പയുണ്ട്, പിന്നെ റോബസ്റ്റയിൽ തന്നെ ഗ്രാൻഡൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റികളുണ്ട്. പിന്നെ സാധനങ്ങള് ചുവന്ന അഗസ്തിച്ചീര വന്നിട്ടുണ്ട്, സ്വീറ്റ് ഓറഞ്ച്, ഇസ്രായേൽ അപ്പി, ബേറാപ്പിള്, ചെമ്പകം പറയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനകത്ത് 3 വണ്ടിയാണ്. അതിനകത്ത് ഒന്നിനകത്ത് ഇനിയിപ്പോ റോസ് ഉണ്ട്, റോസ്, ഹൈട്രാഞ്ചിയ, ഗോൾഡൻ സൈപ്രസ്, യെല്ലോ പാമിനി. അകത്തോട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കണം നമുക്ക്. അതിനെന്താ ഈ ഒരു വണ്ടിയുണ്ട്, ഈ ഒരു വണ്ടി അതിനപ്പുറത്ത് കിടക്കുന്ന ഒരു വണ്ടിയുണ്ട്. അതിനകത്തുണ്ടല്ലേ? അതിനകത്തൊരു വണ്ടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാരണത്തുനിന്ന് നമ്മളിപ്പോ ടിഷ്യൂ കൾച്ചർ വാഴ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ഇതേത് വെറൈറ്റിയാണ്? ഗ്രാൻഡ് നൈൻ എന്ന് പറഞ്ഞാൽ റോബസ്റ്റയിലെ ഗ്രാൻഡ് നൈൻ. വളർത്തുന്നത് ഗ്രോ ബാഗിനകത്ത് വെച്ച് ഒരടി ഒരു ഹൈറ്റിൽ ഒന്ന് ഗ്രോ ബാഗിലോ പഴയ ചട്ടിയിലോ ഇങ്ങനെയൊക്കെ വെച്ച് ഒരടി ഹൈറ്റിൽ വളർത്തിയിട്ട് തറയിലേക്ക് വെക്കാമെങ്കിൽ 100% സക്സസ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരെണ്ണം പോലും വേസ്റ്റ് ആവത്തില്ല. പൂവെന്നുള്ള വെള്ളം കിട്ടിയെന്നാണ് ഈ പൂവണ്ണ ഇല്ല. അതാണ് ഒരു സ്റ്റെപ്പ് ഒന്ന് വളർത്തിയിട്ട് തറയിലോട്ട് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. ഓക്കെ. റോസ് ഇരിപ്പുണ്ട്, പനിനീർ റോസ് ഇരിപ്പുണ്ട്, ഒരുപാട് വെറൈറ്റി അതെല്ലാം നോക്കി കണ്ടു. ഒരുപാട് വെറൈറ്റി റോസിന്റെ ഒരുപാട് വെറൈറ്റികൾ ഇരിപ്പുണ്ട്. എവിടേക്കാണ് ഇപ്പൊ നമുക്ക് ആശ്രാമം മൈതാനത്തുണ്ട്, മറ്റേ പുറ്റിങ്ങൽ അമ്പലം, പരവൂര് പുറ്റിങ്ങൽ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ ഇപ്പൊ ഉത്സവം പ്രമാണിച്ച് അവിടെ നടക്കുന്നുണ്ട്. 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഉള്ളു, ഒരുപാടില്ല, കുറച്ച് പ്ലാന്റുകളുണ്ട്. അതിന് തീരും മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അടിപൊളി ബൊഗെയിൻവില്ല വെറൈറ്റികളാണ് ഇതായി കാണുന്നത്. പൂനെ വൈറ്റ് ഏതാണ്ട് ഒരു 6 അടി സൈസാണ്. 6 അടി സൈസ്. അത് നല്ല ലാഭത്തിലാണ് അത് വിൽക്കുന്നത്. 6 അടിയൊക്കെ ഒരു 1200 രൂപയ്ക്കൊക്കെ. ചെറിയ സൈസ് ഉണ്ട്, ഒരു 150 രൂപയുടെ സൈസ് ഉണ്ട്. പിന്നെ അതിന്റെ സൈസ് ചെറുത് ഒരു 70 രൂപയുടെ സൈസ് ഉണ്ട്. അതെ, വണ്ടിക്കകത്ത് ഇറങ്ങണമെങ്കിൽ അടുത്ത ഒരു 6 അടി 2 പേർക്ക് താങ്ങാൻ വയ്യാത്. നോക്കേ അങ്ങോട്ടാ ഗജാഗടിയന്മാരായ 2 പേര് പിടിച്ചിട്ട് ഇറങ്ങുന്നില്ലത്. ഇതുണ്ട് അതിന്റെ ഒരു 4 അടി വരുന്ന 350ന്റെ വേണ്ട, അതാണ് 2 അടി വരുന്ന 150ന്റെ. ഇതിന്റെ ചെറുതുണ്ട്. ചട്ടിക്കകത്ത് പ്ലാൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതാണ് യുജീനിയ. അതായത് ഇതിന്റെ ഇലയുടെ ഒരു തിളക്കം കണ്ടില്ലേ, നല്ല മണ്ട മൊത്തം ഇങ്ങനെ ചുമന്നിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. ഒരു കെയറും വേണ്ട, സൂര്യപ്രകാശവും വെള്ളം ഇച്ചിരി ചാണകപ്പൊടി മാത്രം മതി. വേറെ ഒരു കേസും രാസവളമോ മരുന്നടിയോ ഒന്നും വേണ്ടാത്തൊരു ചെടി. ഇതാണ് യുജീനിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഒരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെക്കാവുന്ന ചെടിയാണ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത ചെടിയാണ്. ഇതാണ് ഹൈഡ്രേഞ്ചിയ. മുട്ടോട് കൂടി 2-3 കളറുകളുണ്ട്. ഇതാണ് ഹൈഡ്രാഞ്ചിയ.
ഹൈട്രാഞ്ചിയുടെ നമുക്ക് 2-3 കളറുകളുണ്ട്. ഒന്ന് ലൈറ്റ് ബ്ലൂ ഉണ്ട്, അതായത് ആകാശ നീല, പിങ്ക് ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡ്. അപ്പൊ ആകെ 10-25 പ്ലാന്റുകളെ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഫ്ലവറുള്ളത് മാത്രം. കെയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൂര്യപ്രകാശം വേണ്ട. ഒരു എണ്ണ വെട്ടം ഇല്ലാതെ ഇരിക്കരുത്, അത് കണക്കാക്കി വെക്കുക. ഇടയ്ക്ക് മണ്ടകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യുക. DAP-യോ NPK-യോ ഏതെങ്കിലും ഒന്ന് വളരെ ലൈറ്റ് ആയിട്ട് കൊടുക്കുക. ആണ് നമ്മളെ ഗോൾഡൻ സൈപ്രസിന്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്. ചട്ടിയൊക്കെ നല്ല ഭംഗിയുള്ള കാര്യം, ഒരു കെയറും വേണ്ട, നശിച്ചു പോകുന്ന ചെടിയല്ല, എത്ര കാലം വേണേലും നിൽക്കുന്ന ഒരു ചെടിയാണ്. സ്റ്റെപ്പ് എടുക്കുന്നതനുസരിച്ച് വിലയുള്ള ഒരു ചെടിയും കൂടെ. മശയില്ലാൻ വളങ്ങളാണ് കൊടുക്കേണ്ടത്. ജൈവവളം, വേറെ ഒരു രാസവളങ്ങളും വേണ്ട, ജൈവവളം മാത്രം കൊടുത്താൽ മതി. എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ചാണകമോ ഒക്കെ കൊടുത്ത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തങ്ങ് വെള്ളമൊക്കെ നല്ല കൊടുത്തങ്ങ് നിർത്തിക്കും. അത് വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല അല്ലേ? നമ്മുടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞോട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അടിസ്ഥാന വളം യൂസ് ചെയ്യാം. അടിസ്ഥാന വളം പറയുമ്പോൾ അടിസ്ഥാന വളം ചാണകപ്പൊടിയാവാം, ജൈവവളമാവാം, എല്ലുപൊടി, വേപ്പം ഉണ്ടാക്കുക, ഇതെല്ലാം ആവാം. ചെടിക്ക് വേറെ ഇതിന് വലുതായിട്ട് വലിയ കെയറൊന്നും വേണ്ട. ചെറിയ ഫംഗസിന്റെ അത് കാണിക്കുകയാണെങ്കിൽ ഇൻഡോഫിൽ എന്നുള്ള മരുന്നുണ്ട്, പൊടി, ഫംഗിസൈഡ്, അത് മേടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് മാറി കിട്ടും. പുതിയ വെറൈറ്റി വെരിഗേറ്റഡ്, ഇലയ്ക്ക് കാണാൻ നല്ല ഭംഗിയാണ്, നിറച്ച് പോവാ. തൈ ഉണ്ടല്ലേ? അതിന്റെ തൈ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി തൈ, ഫ്രഷ് തൈ. ഇതും അതിന്റെ മദർ പ്ലാന്റ് ആണ്. 2 വലിയ ഇത് എവിടെ ആക്കണേ? ഉണ്ടോ? പറഞ്ഞോണ അടിപൊളി ചെടികളൊക്കെയാണ് കേട്ടോ. ഇതേപോലത്തെ ചെടി നമ്മളെവിടെ കിട്ടും? പല വേരിയേഷൻ ഉള്ള മെലസ്റ്റോമിയാണ്. നമ്മളെ കൊല്ലത്തെ കുമാർ നഴ്സറിയിലാണ് ഇപ്പോൾ ഇത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ള ഒരു ആശ്രാമം മൈതാനത്തോ അല്ലെ 2-ാം കുറ്റി കുമാർ നഴ്സറിലോ വന്ന് വാങ്ങാവുന്നതാണ്. ഇത് മൊത്തം വേരിയേറ്റഡ് മെലസ്റ്റോമിയാണ്. നമ്മൾ മിതമായ റേറ്റിലാണ്, നമ്മൾ ഡോസ് വിലയൊന്നുമില്ല, മിതമായ വിലയിൽ കിട്ടുന്നതാണ്. ഇപ്പൊ കിട്ടിയതാണ്, പുതിയ വെറൈറ്റി ഇറക്കിയതാണ് തൈകള്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് നമ്മളെ KSRTC സ്റ്റാൻഡിനോട് ചേർന്ന ആശ്രാമം മൈതാനം. നമ്മളിപ്പോ കൊല്ലം പൂരം നടക്കാൻ പോവുകയാണ്. 15-ാം തീയതി കൊല്ലം പൂരമാണ്. ആ ഗ്രൗണ്ടാണ്. പറവൂര് പുറ്റിങ്കൽ ക്ഷേത്രം, അതിന്റെ കോമ്പൗണ്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് അവിടെ നമ്മളൊരു മേളയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയും കിട്ടും, എല്ലാ സാധനങ്ങളും അവിടെയും കിട്ടും. അതെ. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവുന്ന ചില പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ വരുന്നുണ്ട്, ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അതെ. സ്ഥലം ഒന്നുകൂടെ പറയാണ്, കൊല്ലത്ത് ആശ്രാമം മൈതാനം, നമ്മളിപ്പോ കൊല്ലം പൂരം നടക്കാൻ പോകുന്ന ഗ്രൗണ്ട്.